നിരവധി നിക്ഷേപ സുഹൃത്തുക്കൾ എൻ്റെ പക്കൽ പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് അധികം തുകയൊന്നും അഴക്കാറില്ല. കാരണം ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിപ്രിസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ INR-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ നഷ്ടമാണ്. അതിന് പകരം ഞാൻ ജസ്റ്റ് ആ ഒരു തുക അത് ഇപ്പോൾ ഡോളറിലോ അല്ലെങ്കിൽ ദിനാറിലോ ദിർഹത്തിലോ ഒക്കെയാണ് ഞാൻ കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് അതാണ് കൂടുതൽ ലാഭം എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇന്നേ ദിവസം നമ്മൾ നടത്താൻ പോകുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് താങ്കൾ വിദേശത്താണെങ്കിൽ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ടും കാണണം. കാരണം താങ്കളെ സംബന്ധിച്ച് വളരെ വ്യക്തത, അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി താങ്കളെ സംബന്ധിച്ച് വളരെ വ്യക്തത താങ്കൾക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതോടൊപ്പം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച് ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, അതായത് ഇന്ത്യൻ റുപ്പീസിൽ എത്രത്തോളം ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ USD അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ദിർഹം അല്ലെങ്കിൽ ദിനാറിലെല്ലാം ഞാനിപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തുക ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് നല്ലതാണോ, ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് നൽകുക എന്നതാണ് ഇന്നേ ദിവസത്തെ ഈ ഒരു സെക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യൻ റുപ്പീസിൽ എത്രത്തോളം ഡിപ്രിസിയേഷൻ, ഇപ്പോൾ USD ആണെങ്കിൽ, ഇപ്പം നമ്മൾ ദിർഹമാണെങ്കിൽ ദിനാറിലെല്ലാം എത്രത്തോളം ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം USD-യുടെ കാര്യം എടുക്കാം. ഇപ്പോൾ 2014 ഇപ്പോൾ ഒരു ഡോളർ എത്രയായിരുന്നു, 2024 ഒരു ഡോളർ എത്രയായിരുന്നു, എത്ര ശതമാനം വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ USD-യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2014 ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 രൂപയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 83 രൂപയാണ് ഒരു ഡോളർ. അപ്പോൾ ഈ 10 വർഷത്തിനിടെ ഇപ്പോൾ ഡോളറിൽ വന്ന അപ്രീസിയേഷൻ, അതായത് ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ വന്ന ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 2.96% ആണ്. ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3% ഇയർ ഓൺ ഇയർ ഡിപ്രീസിയേഷനാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യൻ റുപ്പീസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ AED, അതായത് ഇപ്പോൾ ദിർഹമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 2014 ഒരു ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 രൂപയാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 22 രൂപ 60 പൈസയാണ് ഒരു ദിർഹം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇപ്പോൾ ദിർഹമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസിൽ വന്ന ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.89% ആണ്. 2.89% ആണ് ദിർഹത്തിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇപ്പോൾ പൗണ്ട്, ഇപ്പോൾ നമുക്ക് പൗണ്ടിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ പൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2014 ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 103 രൂപയായിരുന്നു. ഇന്ന് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് 105 രൂപയാണ് ഒരു പൗണ്ടിന് വരുന്നത്. അതായത് 0.19% ചേഞ്ച് മാത്രം. അതായത് ഇപ്പം നമുക്ക് പൗണ്ടായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറും 0.19% വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇപ്പം നമുക്ക് സൗദി നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 2014 16.5 രൂപയായിരുന്നു ഒരു ദിനാറിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ 22 രൂപയാണ് ഒരു ദിനാറിന് വരുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ 2.92% ഡിപ്രിസിയേഷനാണ് ഇന്ത്യൻ റുപ്പീസിന് സൗദി ദിനാറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 3% ഡിപ്രിസിയേഷനാണ് ഇന്ത്യൻ റുപ്പീസിന് ഒരു ലോങ് ടൈം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷത്തിന് മുമ്പത്തെ 10 വർഷമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിലൂടെ ഏകദേശം ഒരു 3.5% വരെയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇനി ഇപ്പോൾ നമുക്കറിയാം പതുക്കെ ഇന്ത്യൻ റുപ്പീസും കുറച്ചുകൂടി വാല്യൂ ഉള്ള ഒരു കറൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിൽ ഈ പറഞ്ഞ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഇനിയും കുറഞ്ഞു വരാനാണ് കൂടുതൽ ചാൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളെ UK പൗണ്ടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറും 0.19%. നേരത്തെ പൗണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ വളരെയധികം ഡിപ്രിസിയേഷൻ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഓൾമോസ്റ്റ് സ്റ്റഡിയാണ്. 10 വർഷം മുമ്പ് 103 ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ 105, ഓൾമോസ്റ്റ് സ്റ്റഡി തന്നെയാണ്. അപ്പോൾ വരും കാലങ്ങളിൽ ഇന്ത്യൻ റുപ്പീസ് കൂടുതൽ ഈ ഒരു പൊസിഷനിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വന്നില്ലെങ്കിൽ പോലും ഈ ഒരു ഡിപ്രിസിയേഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BSE സെൻസെക്സ് ഇപ്പോൾ 2014 ഈ പറഞ്ഞ ഫെബ്രുവരി മാസം എന്തായിരുന്നു? അന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,500 പോയിൻ്റ് ആയിരുന്നു BSE സെൻസെക്സ് ഈ പറഞ്ഞ ടൈമിൽ, അതായത് 2014 ഫെബ്രുവരി മാസത്തിലുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 72,500 പോയിൻ്റാണ് ഇപ്പോൾ BSE സെൻസെക്സിൽ ഇപ്പോൾ നിലവിലത്തെ പോയിന്റ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ BSE സെൻസെക്സിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.5% ആവറേജ് ഇയർ ഓൺ ഇയർ റിട്ടേൺ ആണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ BSE സെൻസെക്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇവിടെ ഏകദേശം ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് ഏകദേശം ഒരു 3% ആണ്. ഇപ്പോൾ പൗണ്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരുന്നില്ല. ബാക്കി USD മേലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൺ ആൻ ആവറേജ് ഒരു 3% ഡിപ്രിസിയേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 3% ഡിപ്രിസിയേഷൻ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പോലും ഏകദേശം ഒരു 10.5% നെറ്റ് അപ്രിസിയേഷൻ ഈവൻ BSE സെൻസെക്സിൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് USDയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളിപ്പോൾ ദിനാറിലോ ദിർഹത്തിലോ ഉള്ള തുക ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാലും താങ്കളെ സംബന്ധിച്ച് ഇൻഫ്ലേഷനേക്കാൾ ഈ പറഞ്ഞ ഡിപ്രിസിയേഷൻ കിഴിച്ചു കഴിഞ്ഞാൽ പോലും ഇൻഫ്ലേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് താങ്കൾക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെപ്പോലെ സാധാരണ ഒരു ഇൻഡിവിജ്വലാണ് ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ നമ്മൾ മടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടെ, അതായത് 2023 FPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,76,000 കോടി രൂപ. 1,76,000 കോടി രൂപയാണ് FPI ഇന്ത്യയിലേക്ക് നിക്ഷേപിച്ചത്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ FPI ഇപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരിപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന തുക മൊത്തം ഡോളറിൽ അല്ലെങ്കിൽ പൗണ്ടിൽ അല്ലെങ്കിൽ വേറെ ഓൾമോസ്റ്റ് ഒരു മിക്കതും ഡോളറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഡോളറിലുള്ള തുക അവരെന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതായത് ഒരു മാർക്കറ്റിൽ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ മാർക്കറ്റിൽ നമുക്ക് ഗ്രോത്ത് ലഭിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതിനെ രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മാർക്കറ്റിൽ അവിടെ ആ ഒരു എത്രത്തോളം ഗ്രോത്ത് ലഭിക്കും എന്നത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളമാണെന്ന് വിചാരിക്കുക. ഒരു ബോട്ടിൽ വെള്ളമാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു 10 ബോട്ടിൽ ഇവിടെ 10 ബോട്ടിൽ വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. ആ സമയത്ത് 5 ബോട്ടിലിനെ ഉള്ള റിക്വയർമെൻറ്റ് ആവശ്യക്കാരെ ഉള്ളെങ്കിൽ ഇതിനിപ്പോൾ 10 രൂപയാണെങ്കിൽ ഈ 10 രൂപയിൽ താഴെയായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് കുറവാണ്, ആവശ്യക്കാരില്ല. അതേസമയം ഇവിടെ 10 ബോട്ടിലുള്ള സമയത്ത് 25 ബോട്ടിലുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ
ഈ ഈ ഇത് ഈ 10 രൂപ എന്നുള്ളത് കാരണം ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ തന്നെ ഈ 143 കോടി ജനങ്ങളിൽ മീഡിയൻ ഏജ്, ആവറേജ് ഏജ് നോക്കിക്കഴിഞ്ഞാൽ 28 വയസ്സാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഇന്ന് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ നമ്മളിപ്പോൾ ഒന്ന് വളരെ സിമ്പിൾ കണക്ക് നോക്കിയാൽ ഈ 143 കോടി ജനങ്ങൾ ഒരു 10 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിയാൽ അതിൻ്റെ ടേൺ ഓവർ തന്നെ വരുന്നത് 1430 കോടിയാണ് ഒരു മാസം വരുന്നത്. ഇപ്പോൾ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടിയായി? ഏകദേശം ഒരു 16,000-17,000. അതായത് ഒരു വ്യക്തി ഒരു മാസം 10 രൂപ സ്പെൻഡ് ചെയ്യണ കേസാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വളരെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ FBI പോലുള്ള അവർക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ ഇനി ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ട രീതിയിലുള്ള റിട്ടേൺസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഡോളറിൽ അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തുകയെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു കണക്ക് താങ്കൾ മനസ്സിലാക്കിയത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയ ഡിപ്രിസിയേഷനാണ് ഇന്ത്യൻ റുപ്പീസിൽ സംഭവിച്ചുകൊണ്ടെന്ന് ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ തരത്തിലുള്ള ഒരു ഡിപ്രിസിയേഷൻ മാത്രമേ ഇന്ത്യൻ റുപ്പീസിൽ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്തൊരു 5 വർഷം 10 വർഷമൊക്കെ മുന്നിൽ കണ്ട് താങ്കൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ട് താങ്കൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാവുന്നതാണ്. താങ്കളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഡിപ്രിസിയേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഒരു റീസണബിളായിട്ടുള്ള ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺസ് താങ്കൾക്ക് ലഭിക്കും എന്നത് ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഇന്ത്യയെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് വലിയ നഷ്ടം ഫ്യൂച്ചറിൽ വരുമെന്നത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. താങ്കൾ ചെയ്യേണ്ടത് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറിനെയോ അല്ലെങ്കിൽ അഡ്വൈസറിനെല്ലാം കണ്ടെത്തിയതിന് ശേഷം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക. അതിനുശേഷം താങ്കൾ നിക്ഷേപിക്കുക. അപ്പോൾ താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള വെബിനാറുകൾ ഞങ്ങളെല്ലാ മാസം എന്നോളം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഇപ്പോൾ ഞങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ താങ്കളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അവർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമിച്ചൻ ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.